അപ്പോൾ അതാദ്യം ചെറിയ ചെറിയ 1-2 ഡോട്ടുകളാണ് അവിടെ ഇവിടെ കാണുക. പിന്നെ അത് കണക്റ്റഡ് ആവും. അങ്ങനെയാണ് അത് സ്പ്രെഡ് ചെയ്യുക. ആദ്യം ഫസ്റ്റ് ലെവലിൽ അതൊരു ബ്രൗണിഷ് കളറായിരിക്കും, ചിലർക്ക് റെഡിഷ്, ഡീപ്പ് റെഡ്, പിന്നെ ബ്രൗൺ, പിന്നെ ബ്ലാക്കിഷ്, അങ്ങനെയാണ് വരിക. അപ്പോൾ അത് നെറ്റിയുടെ സൈഡിൽ കാണാം, കവളിൽ വരാം, കവളിന് താഴെ വരാം, കഴുത്തിലൊക്കെ വരാം. വെയിലടിക്കുമ്പോൾ കൂടും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് അൺലിമിറ്റഡ് ആയിട്ട് കഴിച്ചു. അൺലിമിറ്റഡ് ആയിട്ട് ഏത് ഫ്രൂട്ട്സും കഴിക്കും. പ്രത്യേകിച്ച് ഡിന്നറൊക്കെ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. ഈ ജ്യൂസ് അടിച്ച് കഴിക്കുക, ജ്യൂസ് നല്ലതാണ്. പുറമേയൊക്കെ പോയിട്ട് കഴിക്കുമ്പോൾ ജ്യൂസ് കഴിക്കാം. വീട്ടിലാകുമ്പോൾ ചവച്ചരച്ച് കഴിച്ചാൽ മതി. ക്യാരറ്റ് ധാരാളം കഴിച്ചോ, നെല്ലിക്ക ധാരാളം കഴിച്ചോ, പപ്പായ ധാരാളം കഴിച്ചോ, ഓറഞ്ച് ധാരാളം കഴിച്ചോ. ഇതിന് ആവശ്യമുള്ള സംഗതികളാണ്. ഓക്കെ, സ്കിന്ന് നന്നാവാനായിട്ട് നന്നാവും. ഫ്രൂട്ട്സ് മാത്രമേ ഇതിന് വഴിയുള്ളൂ. ഇത്തരം പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കളറും ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സും കളേഴ്സും ഒക്കെ ചേർത്തിട്ടുള്ള സംഗതികൾ ഒഴിവാക്കുന്ന ശീലമുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോ. ഇത് വർദ്ധിക്കാനായിട്ട് സാധിക്കും. അതായത് കൂടുതൽ ഓയിലി ഡീപ് ഫ്രൈഡ് ഐറ്റംസ്, മയണൈസും ബർഗറും പിസയും ഒക്കെ ഇത്തരക്കാർ തുടക്കത്തിലേ ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇവർക്ക് വേണ്ടത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ധാരാളം